ടെൻഷൻ ഉണ്ടോ? ദേ ഒരുമാതിരി മറ്റേടത്തെ ചോദ്യം ചോദിക്കരുത്. എന്റെ പൊന്നോ, ഒന്ന് ആശ്വസിപ്പിക്കാനും പാടില്ലേ? ഇല്ല, നിന്റെ ആശ്വാസം എനിക്ക് ആവശ്യമില്ല. നിനക്ക് എന്നെ ഒന്ന് കൊണ്ടുവന്ന് കെടുത്തിയപ്പോ ഒന്ന് കെട്ടിയിട്ടാ മേലായിരുന്നോടാ. കെട്ടിയിടാൻ നീ എന്താ പ്രാന്തനാ? ദേ ഒറ്റ വീക്ക് വെച്ച് തരും ഞാൻ. ഇവിടെ മുഴുവന്മേ നിൽക്കുമ്പോഴാ. അരെ വാ, ഇതാരാ? ദുൽഖർ സൽമാനോ? കൊള്ളാം മോനെ. എന്നാലും ഞങ്ങളിൽ വെച്ച് നീ ആദ്യം കെട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ഇത് കെട്ടുമല്ലല്ലോ, കെട്ടിക്കുമല്ലേ? സാരമില്ല കെവിനെ, വീട്ടിയുടെ വിളയാട്ടമായി കണ്ടാ മതിയല്ല. ഹായ്, ദേ വർഷേച്ചി. കെവിനെ, ദേ നിന്റെ പെണ്ണ് വരുന്നു. എന്റെ പൊന്നെ, ഇന്ന് കളസമൊക്കെ മാറി നല്ല വെളുത്ത ഗൗണില്ല നോക്കി. അല്ലെങ്കിലും കല്യാണത്തിന് കളസം ഇട്ട് ആരും അത് കെട്ടില്ലല്ലോ. വീട്ടിലെല്ലാരും കൂടി ഇട്ട് പേടിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ കളസമയത്തുള്ള പരിപാടി അവക്കില്ല. ശവം. എനിക്കൊന്നും കാണണ്ട ആ പരട്ടയുടെ നോട്ടം. എടാ നീ ഇനി എന്നും കാണാനുള്ള മോന്തയല്ലേ? നോക്കടാ മോനെ. എടാ നീയൊക്കെ അവളുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ? മാലാഖയുടെ ഡ്രസ് ഇട്ട പിശാശാണ് അവള്, പിശാശ്. ആ ബൊക്കയുടെ ഉള്ളിൽ വല്ല കല്ലും വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നീ പേടിക്കാതെ, ഇപ്പോഴേ പേടിക്കാൻ തുടങ്ങിയാലോ? പേടിയോ? ആർക്ക്? എനിക്കാ? നോ വേ. ഓ വേ. ഓ തെണ്ടി, അവന്റെ അമ്മൂമ്മയുടെ കല്യാണത്തിന് സ്യൂട്ട് ഇടോണ്ടോന്ന് നിൽക്കുന്നു. ഓ എനിക്ക് ചോറിന് വരുന്നുണ്ട്. എടി ചേച്ചി, നമ്മൾ പള്ളിയിലാ നിൽക്കുന്നേ. വികാരി അച്ഛൻ നോക്കുന്നുണ്ട്. ആ ദേഷ്യമൊക്കെ മാറ്റി കെവിനെ ഒന്ന് നോക്കുമോളെ. ചിരിക്കാം, എത്ര വേണേലും ചിരിക്കാം. ബട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം അവന്റെ ആ മുഖത്തിന്റെ ഷേപ്പ് എനിക്ക് മാറ്റിയെടുക്കാൻ. എന്തായാലും ഇവിടെ വരെ എത്തി. ഇനി ഈ ഫൈറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്ക്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ കെവിൻ നിന്റെ കെട്ടിയോനാ, അത് മറക്കണ്ട. ഇത് പൊന്നേമി, ഒന്ന് മിണ്ടാതിരിക്കോ. ഒരു രാജകുമാരനെ സ്വപ്നം കണ്ടിരുന്നതാ ഞാൻ. അവിടെയാ ആ പട്ടി കയറിയിരിക്കുന്നേ. എനിക്ക് വയ്യ, എനിക്ക് ചത്താ മതി. ഇതേ പക്ഷേ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. നീ റെഡി ആയിക്കേ, കുർബാന ഇപ്പൊ തുടങ്ങും. ചെല്, ഒരുമിച്ചല്ലേ കേറണ്ടേ? എനിക്ക് വയ്യ, എന്തൊക്കെ കാണണം ദൈവമേ. കെവിനെ, ലാസ്റ്റ് ചാൻസ്. നിനക്ക് ഓടാൻ ഇനിയും സമയമുണ്ട്. മിണ്ടാതിരിയുടെ തെണ്ടി. കുരുക്ക് വീണു, എന്റെ ജീവിതം പോയി. അങ്ങനെ നമ്മുടെ ആഗ്രഹം സഫലമായി ഫിലിപ്പോസേ. ഈ മക്കളാണ് ഇനി നമ്മുടെ ഐശ്വര്യം. അതേടെ സക്കറിയ, ഈ സ്നേഹം ഇനി എന്നും ഇതുപോലെ നമുക്കിടയിൽ ഉണ്ടാകണം. അതെ, ഫോട്ടോഷൂട്ടിന് വിളിക്കുന്നുണ്ട്. നീ എന്തിനാ ഈ മറ്റേടത്തെ ചിരിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നീ കേട്ടില്ലേ? ഫോട്ടോഷൂട്ടിന് വിളിക്കുന്നോന്ന്. നീ നിന്റെ ആ അണ്ടർവെയർ പിടിച്ചോണ്ട് പോയി നിൽക്ക് ഫോട്ടോഷൂട്ടിന്. എനിക്കൊന്നും വയ്യ. ഇടി മര്യാദയുടെ ഭാഷയിലാണ് നിങ്ങൾ സംസാരിച്ചേ. ഹലോ, നമുക്ക് സമയമില്ല. നിന്ന് റൊമാൻസ് അടിക്കാതെ ഒന്ന് വാ മോനെ. എടാ ഞാൻ എന്ത് പോയി കാണിക്കാനാ? നീ ചെല്ല്, എല്ലാം അതിന്റെ ഫ്ലോയിൽ നടന്നോളും. മോനെ, നിങ്ങളിപ്പോ ഒഫീഷ്യൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേടാ, എങ്ങനെ നടന്നിരുന്നവരാ. അല്ല, ഏഞ്ചൽ എവിടെ? അവളെന്താ വരാതിരുന്നേ? ആ, അവള് വരാനിരുന്നതാ. ബട്ട് അവളുടെ ഡാഡിയുടെ കൂടെ പെട്ടെന്ന് എങ്ങും പോവേണ്ട ആവശ്യം വന്നു. സോ നിന്നോട് പറയാൻ പറഞ്ഞു. കെവിനെ, നേരമില്ല, വായോ.
ചേച്ചി നോക്ക്, ഹീറോ നടന്നു വരുന്ന പോലെ. ശ്ശോ, ഹീറോയാ? സീറോയാ? സീറോ വട്ടം മൊട്ട. യെസ്, ഇനി മണവാളനും മണവാട്ടിയും ഇങ്ങനെ അകന്നു നിൽക്കാതെ അല്പം കൂടി ഒന്ന് അടുത്തേക്ക് ചേർന്ന് നിന്നേ. കെവിൻ, വർഷയുടെ തോളിൽ കൈയിട്ടെ. കായ് വെച്ച ആ കായ് ഞാൻ തല്ലി പിടിക്കും. പിന്നെ ഞാനങ്ങ് കൊതിച്ചിരിക്കുവല്ലേ, അവര് പറഞ്ഞിട്ടല്ലേ ഇടി. ഇത് മര്യാദക്ക് നിന്ന് നിനക്ക് കൊള്ളാം. ഇതെന്താ ഇപ്പോഴേ സൗന്ദര്യപ്പിണക്കം തുടങ്ങിയോ? ആ ചിരി പോരല്ലോ. വർഷയുടെ അരയിൽ പതുക്കി ഒന്ന് നുള്ളിക്കേ, അപ്പൊ ചിരി തനിയെ വരും. എന്റെ പൊന്നു ബ്രോ, എന്നെ ജീവനോട് വീട്ടിലെത്തിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത്തരം ആപൽക്കരമായ നിർദ്ദേശങ്ങൾ തരരുത് പ്ലീസ്. എന്താണ് നുള്ളണോ നിനക്ക്? ആ കായ് വേണമെന്നുണ്ടേ. ഹാ ഹാ ഹാ, മനസ്സിലായോ? മോളെ, വലതുകാൽ വെച്ച് ഐശ്വര്യത്തോടെ എന്റെ വീട്ടിലേക്ക് കയറി വാ മോളെ. ഞാൻ എന്താ ടോർച്ചാ വെളിച്ചം കൊണ്ടുവരാൻ? തീർച്ചയായും ആന്റി, വെളിച്ചം മാത്രമല്ല, ഇവന്റെ ജീവിതം തെളിയാൻ തീ ആവാൻ വരെ ഞാൻ റെഡിയാണ്. തീയ? അമ്മച്ചി, ഇവളുടെ കയ്യിലേക്ക് അമ്മച്ചി കൊടുത്തത് നിലവിളക്കാണോ അതോ എന്റെ ചിതക്ക് വെക്കാൻ കൊണ്ടുവന്ന തീയാണോ? ഒന്ന് പോടാ മോളെ. വർഷേ, നീ ആ വിളക്ക് അകത്തെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്ക്. ദാ, ഈ പാല് കുടിച്ചിട്ട് ബാക്കി അവൾക്ക് കൊടുക്ക്. നോ, ഞാൻ എന്റെ ജീവിതത്തിൽ ആരും കഴിച്ചതിന്റെ ബാക്കി കഴിച്ചിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഒന്നും ആർക്കും മോന്താനായി കൊടുത്തിട്ടില്ലടി. അതിന് മിനിമം റേഞ്ച് വേണം. ഓ എന്റെ പിള്ളേരെ, പണ്ടത്തെ പോലെയാണോ നിങ്ങൾ? ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പുതപ്പിൽ കിടന്നുറങ്ങേണ്ടവരല്ലേ? നോ, നെവർ. ഡാ, പറയുന്ന കേൾക്ക്. അത് കുടിച്ചിട്ട് അങ്ങ് കൊടുക്ക്. വർഷമോളെ, പപ്പ ഇറങ്ങട്ടെ. എടോ സക്കറിയ, എന്റെ മോളെ തന്റെ കയ്യിൽ ഏൽപ്പിക്കുക. കെവിനെ, ഇങ്ങ് വന്നേ മോനെ. നോക്കിക്കോണേ, ഇച്ചിരി വാശിയുണ്ടെന്നേ ഉള്ളൂ. പാവമാ. വഴക്കൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോണം. ഓക്കെ പിള്ളേരെ, നന്നായിട്ട് ജീവിക്കണേ. പപ്പ, മമ്മി. ഓ, അവളുടെ മുതലക്കണ്ണീർ. കരച്ചിൽ കണ്ടാ തോന്നും ഇവരെന്തോ ഉഗാണ്ടയിലേക്ക് പോവാണെന്ന്. ഇവിടുന്ന് ചാടി അവിടെ എത്തും. ഓ, എനിക്കൊന്നും വായി ഈ പ്രഹസനം ഒന്നും കണ്ടിരിക്കാൻ. അപ്പൊ കെവിനെ, ഫസ്റ്റ് നൈറ്റിന്റെ ഡെക്കറേഷൻ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നേ. വാ സോന. ഫസ്റ്റ് നൈറ്റ് അല്ല, ലാസ്റ്റ് നൈറ്റ്. നിനക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടേ അത് ഓടിച്ച് മടക്കി പോക്ക് കിട്ടോ. ഒന്ന് പോടി. എത്രയെത്ര പെൺപിള്ളേരെ കണ്ടതാ ഈ കെവിൻ. ആർക്ക് വേണോടി നിന്നെ? വാവേ, വാവേ, സോന എന്ന് വിളിച്ചപ്പോ ഫീലായോ? കുറച്ച്. എന്നെ ഏട്ടായി ഇതുവരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ലല്ലോ. പോട്ടെ മുത്തേ. വാവച്ചി, നമ്മളെന്നാ ഇനി ഇങ്ങനെ? നമ്മുടെ ആദ്യ രാത്രി എപ്പോ വരുവോ? ഈ ഏട്ടായിയുടെ ഒരു കാര്യം. അല്ല ഏട്ടായി, ഇവിടെ ഒരുമിച്ച് പോവോ? അത് പിന്നെ ഈ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും പോലെ ബോംബിട്ട് കളിയായിരിക്കും. എന്നാലും ആർക്കറിയാം. നോക്ക് ഏട്ടായി, ഈ പൂവ് ഇങ്ങനെ കിട്ടിയാ മതിയോ? അയ്യോ അയ്യോ ഏട്ടായി. അയ്യോ മോളൂസേ, സൂക്ഷിച്ച്. വീട് ഏട്ടായി. വാവച്ചി, ഇവിടെ ആരുമില്ല. ഒരു ഉമ്മതരോ? അയ്യേ വെട്ടി. ആരെങ്കിലും കണ്ട? പ്ലീസ്, എന്തായാലും ആദ്യ രാത്രിക്ക് വേണ്ടി ഈ റൂം റെഡിയാക്കി. അത് നടക്കോ ഇല്ലെന്ന് ആർക്കറിയാം. ആ റൂം വേസ്റ്റായി പോവരുതല്ലോ. പ്ലീസ്, ഒരു വട്ടം. എന്റെ ഫസ്റ്റ് കിസ് ഞാൻ എത്ര നാളായി കൊതിച്ചതാ. പ്ലീസ്. கடவுளே கடவுளே மீண்டும் நான் பிறந்து விட்டேன் உன்னாலே கனவிலே கனவிலே வாழ்ந்திட தொடங்கி விட்டேன் தன்னால் വീട് ഏട്ടായി. നിക്കടി കള്ളി അവിടെ. എങ്ങോട്ടാടി തുള്ളി തുള്ളി? അത് പാറ്റ, അവിടെ പാറ്റ. പാറ്റയോ?
നിന്റെ ബെഡ്റൂമിലാണോ ഞാൻ കിടക്കണ്ടേ? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. വേണമെങ്കിൽ മതി, ഇല്ലേ നീ വല്ല റോട്ടിലും പോയി കിടക്ക്. ദാ, ഡീ, ചേച്ചി ഞാൻ വീട്ടിലേക്ക് പോവാണേ. ചേട്ടാ ഓൾ ദ ബെസ്റ്റ്. എന്തിന്? എന്റെ അന്ത്യരാത്രിക്കോ? നീ എന്താ കഞ്ചാവ് അടിച്ച പോലെ ഇരിക്കുന്നേ? Want a lady in the street, but a freak in the bed that say. അയ്യേ, ഇതെന്താ കാടാ? എഴുന്നേക്കട കോപ്പേ, നിനക്ക് എന്ത് പറ്റി? അത് ഞാൻ പെട്ടെന്ന് കേറിക്കോ. പിന്നെ ദേ ഫ്രൂട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് വെള്ളം നിറച്ച ജേക്ക്, കുറെ കുടിക്കേണ്ടി വരുമല്ലോ. ഒരനിയൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കടമയല്ലേ. പിന്നെ കട്ടിലൊടിക്കരുത്. രത്തേണ്ടി മര്യാദക്ക് പൊക്കോ, അല്ലേ നിന്നെ ഞാൻ തന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. ഓ എന്റെ ജീവിതം നായനാക്കിയല്ലോ ദൈവമേ. ഇത് വരുന്ന ശവം. ദാ, നീ നിലത്തിറങ്ങി കിടന്നോളണം, ഞാൻ കാട്ടിലേക്ക് കിടക്കും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ കട്ടിലിൽ, നീ താഴെ. എന്നാ കട്ടിലിന്റെ നടുക്ക് ബോർഡർ, അത് കടന്നു വന്നാ എന്റെ പട്ടി വരും. നീ ഒന്ന് തിരിഞ്ഞു നിന്നെ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഇതിലെന്താ ഇത്ര കാണാനുള്ളേ? എനിക്ക് സൗകര്യമില്ല. ഓക്കെ, നോ പ്രോബ്ലം. എന്താടി നോക്കുന്നേ? ആണുങ്ങളെ കണ്ടിട്ടില്ലേ? നീയാ ആണാ? അതെന്താടി അങ്ങനെ ഒരു പറച്ചില്? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. എനിക്ക് നിന്റെ സമ്മതം ഒന്നും വേണ്ട. വേണമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം ആണാണോ അല്ലേന്ന്. യു ചിലക്കാണ്ട് പൊടി. നീ ഒന്ന് ഇറങ്ങിപ്പോക്കെ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. എനിക്ക് സൗകര്യമില്ല. എന്റെ മുമ്പിലിരുന്ന് മാറിയാ മതി. ഞാൻ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? സൗകര്യമില്ലടി. നീ എന്തോ ചെയ്യും? ആഞ്ചി ആഞ്ചി, നീ എന്തിനാണ് ഈ അമ്മച്ചിയെ വിളിക്കുന്നേ? എന്താ മോളെ? ഇവൻ പോകുന്നില്ല, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഓ, അതിനൊക്കെ ഇനി മറ വേണോ? എല്ലാം എല്ലാരും കാണാനുള്ളതല്ലേ. അമ്മച്ചി, നീ മിണ്ടാതിരിക്കട. മോൾക്ക് അമ്മച്ചി പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായോ? ഇവനെ നീ ഒന്ന് ഇറങ്ങിക്കൊടുക്ക്. ഫസ്റ്റ് ഡേ അല്ലേ, നാണം കാണും. ഇവന് ടെൻഷനുണ്ടോ? എന്തിന്? ഓ, ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളൻ. ദേബി, എന്റെ സമാധാനം ഫുൾ പോയിരിക്കുക. നീ ഒന്ന് പോയേ. Want a lady in the street, but a freak in the bed that say. നിനക്ക് വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ലേ? ഇല്ല. എന്തേ? നീ ആരാ? ഫാഷൻ ഷോയുടെ ജഡ്ജോ? എന്റെ ഡ്രസ്സ് കണ്ട് മാർക്കിടാൻ? എനിക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച്. എല്ലാം നശിച്ചു. അവന്റെ ഒരു ഫാസ്റ്റ് നൈറ്റ്. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം കോളേജ് അറിയാൻ പാടില്ല. അതിന്റെ ഇമേജിനെ ബാധിക്കും. എനിക്കും താല്പര്യമില്ല നിന്നെ പോലൊരു കോന്തനെ എന്റെ ഭർത്താവാണെന്ന് പറയാൻ. പിന്നെ എന്റെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഇത് വരുന്നില്ലല്ലോ. അലവലാതി, ഇതൊന്നും ഒരു തന്നെ. എനിക്ക് സൗകര്യമില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, എനിക്ക് തലവേദനിക്കുന്നു. ഒന്ന് അടങ്ങി നിൽക്കടി. You ready? പതുക്കെ ചെയ്യുന്നേ. ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. അയ്യേ, പുറത്ത് കാണിക്കുന്ന ഷോ മാത്രമേ ഉള്ളല്ലേ, അകത്ത് എന്നാലും എന്റെ കെവിനെ. ഓ, അര ട്രൗസർ ഇട്ട് കിടക്കുന്ന കിടപ്പുണ്ടില്ലേ ശവം. എഴുന്നേറ്റ് പോടി. എന്താണ് പ്രശ്നം? ഇത് എന്റെ ബെഡാ, മാറി കിടന്നത്. എഴുന്നേറ്റ് പോ. ഇന്നലെ മുതൽ ഇത് എന്റെ കൂടെയാ. നീ ഇറങ്ങിപ്പോടാ. ഓ, നാശം പിടിക്കാനായിട്ട്. താൻ രാവിലെ എത്തിയോ? ഇതെന്താടോ ഉള്ള കാടും പടലയും എല്ലാം ഉണ്ടല്ലോ. സക്കറിയ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ പച്ചക്കറി പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നതാ. ഒരാഴ്ച കുശാല്. എന്നിട്ട് വേണം ഫുഡ് പോയിസൺ അടിച്ച് ഞാൻ ചാവാൻ. എന്റെ പച്ചക്കറി തിന്ന് ഇതുവരെ ആരും ചത്തിട്ടില്ലടാ. പക്ഷെ കുളക്കടവിൽ പണ്ട് ആരോ ചാവാൻ പോയത് എനിക്കറിയാം.
ഇവിടെ ഫിലിപ്പോസ് താൻ എന്തൊക്കെയായി പറയുന്നേ? ചേച്ചി, നമ്മൾ ബന്ധുക്കളാ, മറന്നുപോയോ? അത് ഓർത്താ നിനക്ക് കൊള്ളാം. എന്താണ് സക്കരി, കൊച്ചുങ്ങൾ തമ്മിൽ വലിയ മിണ്ടാട്ടമൊന്നും കാണുന്നില്ലല്ലോ. ശരിയാ, കല്യാണം കഴിഞ്ഞാ എല്ലാം ശരിയാവും എന്നാ ഞാനും വിചാരിച്ചേ. എടാ എബി, നിന്റെ ചേട്ടനും ചേച്ചിയും കൂടി വല്ല തല്ലും കൂടിയോ ആദ്യ രാത്രി? അതൊക്കെ അപ്പന്റെ തോന്നല. അവർ മുറികളിൽ ഭയങ്കര സ്നേഹത്തില. അതെങ്ങനെ നിനക്കറിയാം? നീ ഇന്നലെ ഇവരുടെ നടുക്കാണ് കിടന്നേ. പിന്നെ പറയട്ടെ. എന്ത്? ഒന്നും അറിയില്ല. എന്നെ കൊണ്ടത് പച്ചയ്ക്ക് പറയിപ്പിക്കണം. മോനെ, നീ അധികം വൈകാതെ ചാവും. ഇനി ഞാൻ കൊല്ലും. പതുക്കെ തിന്നടി, ചത്തുപോകും. പപ്പ, എനിക്ക് ഇപ്പോഴേ നിങ്ങളെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. എന്റെ മോളെ, നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് കാണാമല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ. ഒരു വിസിൽ അടിച്ചാ പോരെ, പപ്പ പറന്നു വരും. പറന്നു വരാൻ താൻ എന്താ കാക്കയാ? സക്കറിയ, തന്റെ അസ്ഥാനത്തുള്ള കോമഡി നിർത്തിക്കോ. ആരോഗ്യത്തിന് കേടാ, ഓർത്തോ. മോളെ, 2-3 വെള്ളയപ്പം കൂടി തിന്നും മോളെ. നല്ല ആരോഗ്യമൊക്കെ വേണ്ടേ? ആ ശരീരമൊക്കെ അങ്ങ് തുടിക്കട്ടെ. അമ്മച്ചി, ഇവളിപ്പോ തന്നെ 100 പേർക്ക് തിന്നാനുള്ളത് തിന്നിട്ടുണ്ട്. ഇങ്ങനെ പോയ അമ്മച്ചി റേഷൻ കടയുടെ എണ്ണം കൂട്ടേണ്ടി വരും. എന്നാ ഞാൻ പോട്ടെ, ഇന്ന് വിളവെടുക്കാനുള്ളതാ. എന്ത് ആ ഉണക്ക വഴുതനങ്ങയാ? അല്ല, നിന്റെ ഉണക്ക ക്യാമറ. എന്നിട്ട് ഉച്ചക്ക് ഞാൻ അത് വെട്ടിപ്പുഴുങ്ങി തോരൻ വെച്ച് കൊണ്ടുവന്ന് തീറ്റിക്കാൻ. എന്റെ പ്രൊഫഷനെ പറഞ്ഞാലുണ്ടല്ലോ. ഇതെന്താ പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ നിങ്ങൾ. പിന്നെ ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്, എന്റെ അമ്മയുടെ വകയിലെ ബന്ധുവിന്റെ. എല്ലാവരും 10 മണിയാവുമ്പോഴേക്ക് റെഡി ആവണം കേട്ടോ. ഇത് മതി, പുതിയ മോഡൽ ജീൻസ്. ആഹാ, എല്ലാരും ഞെട്ടണം. ഇതെന്താ ഇത്? ഇതിട്ടാണോ വരുന്നേ? ഈ സാരി ഉടുത്താ മതി. അത് പിന്നെ എനിക്ക് സാരി ഉടുക്കാൻ ഒന്നും പറയണ്ട. പുതുമണവാട്ടിയെ കാണാൻ എല്ലാരും തിടുക്കം കൂട്ടി ഇരിക്കുമായിരിക്കും. നീ എന്റെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കരുത്. എന്റെ ദൈവമേ, ഇതെന്ത് വലിപ്പമുള്ള തുണിയാ! ഇതെങ്ങനായി യൂട്യൂബിലെ പെണ്ണുങ്ങളൊക്കെ ഒറ്റ മീറ്റർ കൊണ്ട് കൊടുക്കുന്നേ? 5 മീറ്റർ തുണി. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ അറ്റം ഇവിടെ, ആ അറ്റം അവിടെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. വൃത്തിയിട്ടാണി, നീ എങ്ങോട്ടാ നോക്കുന്നേ? നിനക്ക് വാതിലിൽ മുട്ടിയിട്ട് അകത്ത് കയറിക്കൂടെ? മര്യാദയില്ലേ നിനക്ക്? നോക്കാൻ പറ്റിയ ചളുക്ക്. നിനക്ക് ഡോർ ലോക്ക് ചെയ്തിട്ട് മാറിക്കൂടി മനുഷ്യന്റെ കൺട്രോൾ കളയാനായിട്ട്. എന്താ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ഇത് എന്ത് കോലമാടി? നീ എന്താ സാരിയുമായി ഗുസ്തി പിടിക്കുക? LKG പിള്ളേർ പോലും ഇതിലും നന്നായി സാരി കൊടുക്കും. അധികം വേഷം കിട്ടിയാ ഞാനിതിവിടെ ഊരിയിടും. യെസ്, കം ഓൺ, ഞാൻ റെഡിയാ. പാട്ടി. അതെ, ഞാനൊന്നും കണ്ടില്ല. വർഷേ, കഴിഞ്ഞില്ലേ? കുറഞ്ഞേരമായല്ലോ. ഇവൾ സാരി ഉണ്ടാക്കിയിട്ട് കൊടുത്തു വരുവാണോ? എന്താ? നീ എന്താ സാരി ആക്രമിച്ചോ? സാരി. വർഷം ഈ കണ്ണാടി നോക്കിയില്ലേ? ഇതെന്ത് കോലമാണ്? ബംഗാളി ചാപ്പയാ. മിണ്ടാതിരിയടാ, മതി കളിയാക്കിയത്. അറിഞ്ഞൂടെങ്കിൽ എന്നോട് പറയാൻ മേലായിരുന്നോ? വാ, ഞാൻ ഉടുപ്പിച്ചു തരാം. ഇനി സാരി ചേച്ചിയെ കണ്ട ഓടും. ഇപ്പൊ കാണാൻ കുറച്ച് ചന്തമൊക്കെ ഉണ്ട്.
ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇവരുടെ ദാമ്പത്യം ഊഷ്മളമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. എന്താ ഇത്ര സൈലന്റ്? ഇതത്ര നല്ല ലക്ഷണമല്ലല്ലോ. ചേ, ഒന്നും കാണുന്നില്ലല്ലോ. ഇനി രണ്ടും കൂടി തലി ചത്തോ? ഈ കത്രിക താഴെ വെക്കാൻ. കത്രികയോ? ഓ മൈ ഗോഡ്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അയ്യോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ. അവന്റെ ബെഡ്റൂമിന്റെ ഉള്ളിലാണോ അത് അടുക്കള? അപ്പൊ പതുക്കെ. അത് അത് എന്താണ് നീ ഈ വിക്കി വിക്കി പറയുന്നേ? കല്യാണം കഴിഞ്ഞ പിള്ളേരുടെ മുറിയുടെ വാതിൽക്കൽ വന്ന് ഒളിഞ്ഞു നോക്കാൻ നിനക്ക് നാളെ വലിയുടെ ശവമേ. മര്യാദക്ക് പറഞ്ഞോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പ ഞാൻ മനഃപൂർവ്വം നോക്കിയതല്ല. അകത്ത് നിന്ന് എന്തോ വലിയ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടു. അവർ തമ്മിൽ വല്ല തല്ലും നടക്കുവാണോ നോക്കാൻ വന്നതാ. ഓടാ അവിടെ കുരുത്തം കെട്ടവനെ. അവർ പുതുമണവാളനും മണവാട്ടിയുമാടാ. അവർ തമ്മിൽ വല്ല കൊഞ്ചലോ തമാശയോ ഒക്കെ കാണും. അതിനിടയിലാണ് അവന്റെ ഒരു പാത്രം വീഴുന്ന ശബ്ദം. നിനക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അതല്ല അപ്പ, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാ ഇവരുടെ കല്യാണം കഴിഞ്ഞതെന്ന് അവൻ മറന്നോ? കെവിൻ കത്രിക താഴെ വെക്കാൻ പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടു. അതാ ഞാൻ. അത് അവർ വല്ല സിനിമയും കാണുന്നതാവും. നീ കൂടുതൽ ഗവേഷണം നടത്താതെ മര്യാദക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി നിന്നെ ഇവിടെ എങ്ങാനും കാണണ്ട, കാലുതലി ഒടിക്കും ഞാൻ പൊക്കോളാം. ബട്ട് രാവിലെ നിങ്ങളുടെ മൂത്ത മോൻ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചത്തു കിടന്ന എന്നെ പറയരുത്, പറഞ്ഞേക്കാം. ഉള്ളതാണോടാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മനുഷ്യനെ, നിങ്ങൾ ഇതെന്തേ കാണിക്കുന്നേ? അയ്യേ, ഇവിടെ എന്നെ നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല. വയസ്സാം കാലത്ത് സ്വന്തം മകന്റെയും മരുമകളുടെയും ആദ്യ രാത്രി കഴിഞ്ഞതേ ഉള്ളൂ. അതിനുള്ളിൽ അവരുടെ റൂമിന്റെ വാതിൽക്കൽ വന്ന് ഇങ്ങനെ ഉള്ളിൽ നോക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നാട്ടുകാർ അറിഞ്ഞ എന്ത് വിചാരിക്കും? റേഷൻ കട മുതലാളിമാരുടെ മുമ്പിൽ പിന്നെ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? എടി അന്നമ്മേ, നീ ഒന്ന് പതുക്കെ പറ. നീ കാര്യം അറിയാതെ എന്നെ കുറ്റം പറയരുത്. ആ കുഞ്ഞാപ്പി പറഞ്ഞിട്ടേ. അപ്പാ, വെറുതെ ആവശ്യമില്ലാതെ നിഷ്കളങ്കനായി എന്നെ ഇതിലേക്ക് വലിച്ചിടരുത്. ഇതെന്താ രാത്രി കുടുംബയോഗമോ? ഏയ്, ഞങ്ങളിങ്ങനെ നടന്നു പോവായിരുന്നു. എന്റെ റൂമിന്റെ മുന്നിലൂടെയോ? 3 പേര് ഒരുമിച്ചോ? ഒന്നുമില്ലടാ മോനെ, നീ കിടന്നു. വാ മനുഷ്യ. അല്ല, ഇതാര്? ലീലാമായിയോ? എന്തൊക്കെയുണ്ട് എന്നമ്മേ വിശേഷങ്ങൾ? അല്ല, പുതുമണവാളനും മണവാട്ടിയും എന്തേ? അവര് മുകളിലുണ്ട്. അമ്മായി ഇരിക്കും. ഇതാര്? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? വരാൻ പറ്റണ്ടേടാ. അറിയാലോ, കോഴിയും താറാവും എല്ലാത്തിനും ഇട്ടിട്ട് എങ്ങും പോകാൻ ഒക്കുകയില്ല. ഓ എന്റെ മക്കൾ, നോക്ക് എന്തൊരു ഐശ്വര്യം, എന്തൊരു ചൈതന്യം. ആണോ? എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. കൊച്ചുങ്ങളുടെ മുഖത്ത് ആ ഒരു സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. രണ്ടുപേർക്കും എന്തോ അകൽച്ച പോലെ. അയ്യോ അമ്മായി, പിള്ളേർ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതല്ലേ ഉള്ളൂ, തോന്നുന്നതാ. അതെ അമ്മായി, കെവിൻ എന്നെ വളരെ നന്നായിട്ടാ നോക്കുന്നേ. ഇന്ന് രാവിലെ എന്നോട് ഉമ്മ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അതിന്റെ ഞാൻ മുഖം എങ്ങനെ. ഈ നന്നായി പിന്നെ ഫുഡ് ഉണ്ടാക്കും. കെവിൻ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൾ നൈസായിട്ട് പണി തന്നതാണല്ലോ. അതെ, അമ്മായിക്ക് വേണ്ടി കിച്ചണിൽ കയറാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ മനഃപൂർവ്വം എന്നെ അമ്മായിയുടെ മുന്നിൽ വെച്ച് കിച്ചണിലേക്ക് വലിച്ചൊഴിച്ചതല്ലേ? ഞാൻ ഈ വീട്ടിൽ ഇന്ന് വരെ ഒരു ഉള്ളി പോലും പൊളിച്ചിട്ടില്ല. എത്ര ഉള്ളികൾ പൊളിക്കാൻ കിടക്കുന്നു. പാവം, മര്യാദക്ക് ഇരുന്ന് അരിയുടെ സവാള. നീ എന്തായി ഉണ്ടാക്കുന്നേ? കോഴിയെ കുളിപ്പിക്കുന്നു? നീ കൂടുതൽ സംസാരിച്ച ഈ തിളക്കുന്ന കറി എടുത്ത് ഞാൻ നിന്റെ പുറത്തേക്ക് ഒഴിക്കും. നീ എന്റെ ഫാമിലിയെ കൊല്ലോടി. മോളെ, കറി റെഡിയായോ? ഓ, റെഡിയായി അങ്ങളെ. ഇപ്പൊ എടുക്കാം. അയ്യേ, ഇതെന്താ ഉപ്പിലിട്ട ചിക്കനോ? അത് അങ്കിൾ, കറി മുഴുവൻ ഇവനാ ഉണ്ടാക്കി. മര്യാദക്ക് ഞാൻ പറഞ്ഞതാ ഞാൻ ഉണ്ടാക്കാമെന്ന്, കേൾക്കണ്ടേ? ഞാനോ എപ്പോ? സാരമില്ല. ഓ, അങ്ങനെ നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു, എന്റെ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ ഫോട്ടോഗ്രാഫി ജീവിതവുമായി വേൾഡ് ടൂറിന് പോകണം. പ്രാരാബ്ദം കഴിഞ്ഞെന്നോ? അപ്പൊ ഞാനോ? എന്റെ കല്യാണം, എന്റെ ജീവിതം എന്നെ എന്റെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? നീ വളർന്നിട്ടില്ല കുഞ്ഞാപ്പി. അപ്പനറിയാനിട്ട് ഞാൻ വളർന്ന് പന്തലിച്ചിരിക്കുക. വിടാതില്ല.
ഇതിവിടെ നടക്കില്ല. നിന്റെ ഈ അര ട്രൗസർ ഇട്ടുള്ള ആദിഭാവം കളി. നീ ആരാടാ എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതിടും. ചിലപ്പോ കളസമിടും, ചിലപ്പോ തുണിയില്ലാണ്ട് നിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നിനക്ക് പറ്റില്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ. ഓ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ കർത്താവേ. നീ അതേ ചെയ്തിട്ടുള്ളൂ. ഓർക്കുന്നുണ്ടോ നീ എന്റെ റൂമിൽ കയറിയത്, എന്നെ കിസ് ചെയ്തത്? ഞാൻ നരകിക്കും, എന്നെ ഏതേലും അലവലാതി കെട്ടു എന്നൊക്കെ പറഞ്ഞത്. ആ അലവലാതിയാടാ നീ. ഡീ, നീ കുറെ ആയി. വർഷേ, പിള്ളേരെ നിങ്ങൾക്ക് ഈ മുറിയൊന്ന് അടച്ചിട്ട് പോരായിരുന്നോ? അമ്മച്ചി പോവാ. ചേച്ചേ, അമ്മച്ചി അങ്ങനൊന്നും ഇല്ല. എന്താ കെവിനെ? വെറുതെ ഇരിക്കെ, അവിടെ തൊടാതെ. നീ മഹാഭാവി, നീ എന്റെ നാളം കെടുത്തു. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ്? കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. അല്ലേ, ഇത് ആര്? സോനമോളോ? വാ വാ. സോനമോളോ? ഇനി വാവച്ചി വന്നോ? ശോ, ഏട്ടാ ഇതാ വരുന്നു. ആ, ഇതാര്? സോനയോ? ഇരിക്കൂ. ഡാ, നിന്നോടാ പിന്നാമ്പറം തൂത്തുവരാൻ പറഞ്ഞിട്ട് ചെയ്തോ? അപ്പ എന്തൊക്കെയായി വിളിച്ച് പറയുന്നേ? ആ മോളെ ഇരിക്കി, ഇതാ എടുത്ത് കഴിക്കും. കുറച്ചുകൂടെ കഴിക്കു വാവേ. വാവയാ? വാവേ, വാവാവോ, വാവാവോ, വാവാവോ. ശരിക്കും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പാട്ട് പാടാനും സ്വാതന്ത്ര്യമില്ലേ ഈ വീട്ടിൽ? നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, മനസ്സിലായല്ലോ? എന്റെ ഫാൻസിനെ അസ്വസ്ഥമാക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെ ആര് നോക്കുന്നടാ കണ്ണാപ്പി? നീ കുഞ്ഞിക്കോഴി, നീ അധികം ആളാവാതെ. നീ എന്നെ അധികം മൈൻഡ് ചെയ്യരുത്. അതിന് ഞാൻ എപ്പോഴാ നിന്നെ മൈൻഡ് ചെയ്തിട്ടുള്ളത്? അത് ശരിയാണ്, ബട്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഓ, ലോക പ്രശസ്തനായ കെവിൻ സാറിന്റെ പ്രശ്നം എന്താ? എനിക്ക് കോളേജിൽ ഒരു ഇമേജ് ഉണ്ട്. എന്തായാലും ഇന്ന് മുതൽ പഴയ പോലെ തന്നെ. എനിക്ക് എന്റെ ഗ്യാങ്ങും നിനക്ക് നിന്റെ ഗ്യാങ്ങും. വന്നു വന്നു. എന്താടാ, ഒരാഴ്ചയായിട്ട് കാണാനുമില്ല, ഫോൺ വിളിച്ചാ ഒട്ടും എടുക്കുന്നുമില്ല. സത്യം പറ, എന്താ നടന്നേ? എന്തു നടക്കാൻ? പിന്നെ മുഖം കണ്ടാലറിയാം എന്തോ നടന്നിട്ടുണ്ട്. അല്ല, ഇതാരും മണവാളനോ? എനിക്ക് വരാൻ പറ്റിയില്ല കെവിൻ. എനിവേ, ഹാപ്പി മാരീഡ് ലൈഫ്. ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോന്ന് ഫസ്റ്റ് നൈറ്റ്? ആദ്യ രാത്രി, ശാന്തി മുഹൂർത്തം. അതെ, ഫുൾ പറയണ്ട, പകുതി പറഞ്ഞാ മതി. ഒന്നും നടന്നില്ല. ഓ, വേറെ നുണയൊന്നും കിട്ടിയില്ലേ? സത്യമാ പറഞ്ഞേ. ഓ, പിന്നെ ഞങ്ങൾ വിശ്വസിച്ചു. ഞാൻ സത്യമാ പറയുന്നേ. നിനക്ക് തോന്നുന്നുണ്ടോ ഞാനും അവളും? ഛേ, സത്യം പറ, ഒന്നും നടന്നില്ലേ? നിനക്കൊക്കെ ഇതൊക്കെ ചോദിക്കാൻ നാണമില്ലേ? ഇല്ല. എന്റെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ഓർത്ത് നീയൊക്കെ എന്തിനാണ് ഇത്ര എക്സൈറ്റഡ് ആവുന്നേ? കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം കുടുങ്ങിയത് നീയാ, ഞാൻ കുടുങ്ങിയിട്ടില്ല. അതെ, സ്വമേധയാ കുഴിയിലേക്ക് ചാടിയതാണ്. എന്നാലും നീ വർഷയെ കെട്ടിയല്ലോടാ. ഒന്ന് പതുക്കെ സംസാരിക്കും, ആളുകൾ കേൾക്കും. കേട്ടാ നിന്റെ തല. അറിഞ്ഞായിരുന്നോ സംഭവം? എന്താടാ? പിന്നെ അത് അന്ന് വിക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞ ജൂനിയർ ഇല്ലേ, പ്രിയ. എന്നിട്ട് ചോദിക്കാൻ ചെന്നപ്പോ നിന്നെയാ ഇഷ്ടമെന്ന് പറഞ്ഞ കുട്ടി. ആ, പ്രിയ. അവൾക്ക് എന്താണ് ഏബി? പ്രിയക്ക് എന്തു പറ്റി? അവളെ ഇന്ന് രാവിലെ സെയിന്റ് ജൂഡ് റോഡിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തി. വാട്ട്? ആളുകൾ പറയുന്നത് ആക്സിഡന്റ് ആണെന്നോ, പക്ഷെ ആരോ തള്ളിയിട്ടത് പോലെയാണെന്നോ മറ്റു ചിലർ പറയുന്നു. ഇനി വല്ല സൂയിസൈഡോ മറ്റോ ആണോ? നീ അന്ന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് വല്ലതും? ചിലപ്പോ അവൾ സീരിയസ് ആയിരുന്നെങ്കിലോ? ചുമ്മാ തിരിയിടാം. ഇന്നലെ വരെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്നിങ്ങനെ ഇതിലെന്തോ പുകയുന്നുണ്ട്.